വേണ്ട. ഹലോ. അമ്മേ, ഞാനാ. നമസ്കാരം സർ. എന്റെ പേര് മുത്തുലക്ഷ്മി. വലിയ പഠിപ്പൊന്നും അവകാശപ്പെടാനില്ല. ഗ്രാമത്തിൽ നിന്ന് വന്നതാ. എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ? അല്ലെങ്കിൽ തന്നെ ഞാനെന്ത് പറയാനാ? നീ പെണ്ണ് കണ്ട് തീരുമാനിച്ചു. നിന്റെ അച്ഛൻ വാക്ക് കൊടുത്തുറപ്പിച്ചു. എന്നോട് ഒന്നും മറക്കില്ലെന്ന് നീ പറയാറില്ലേ? വെറുതെ അല്ലേടാ. ഞാനൊരു മണ്ടി. ഒറ്റ മകനെ പിറന്നുള്ളല്ലോ എനിക്ക്. ഒരു നല്ല പെണ്ണിനെ, ഒരു നല്ല കുടുംബത്തിലെ പെണ്ണിനെ കണ്ടുപിടിച്ച് അവളെ താലി കെട്ടിക്കണമെന്ന് ആഗ്രഹിച്ചു പോയി. എല്ലാം ഏതോ ഒരു പെണ്ണിനെ കണ്ട് തീരുമാനിച്ചില്ലേ? അല്ലമ്മേ, അമ്മയുടെ സങ്കല്പം പോലെ തന്നെ അവള് ഒരു നല്ല കുട്ടിയാവള്. എടാ പോടാ. താലി കിട്ടിയ ഭർത്താവും പ്രസവിച്ച മകനും എന്നെ മാനിക്കാറില്ല. എവിടുന്നോ വരുന്നവള്, അവളാണോ എന്നെ മതിക്കാൻ പോകുന്നത്? അമ്മേ, അമ്മേ. ഏയ്, ഡോണ്ട് ഫീൽ ബാഡ്. നമുക്ക് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് പോവാം. ഗുഡ് മോർണിംഗ്. വണക്കം ബ്രദർ. നമസ്കാരം ബ്രദർ. നമസ്തേ ബ്രദർ. സെയിം ടീം. നീ തൊട്ട് നോക്കിക്കൊണ്ടിരിക്കണം. അതങ്ങോട്ട് കൊടുക്കാനേ. എല്ലാരും ക്ഷീണിച്ചു വന്നേക്കണല്ലേ. ഓരോ കോള പിടിച്ചോ. ഡ്രസ് കലക്കിയടാ. ചേട്ടാ, ആ സംശയം ഒന്ന് ചോദിച്ചെന്നേ. അതെ, ഞാൻ മറന്നുപോയി. നീ എന്തായാലും ഓർമ്മിപ്പിച്ചല്ലോ. അതെ, ഈ മോഹൻലാലും സിദ്ദീഖ് ലാലും ചേട്ടനോനിയനല്ലേ? അല്ല, നമുക്ക് ആദ്യം വീട്ടിലേക്ക് പോകാം, എന്നിട്ട് സംസാരിക്കാം. നമ്മുടെ വീട്ടിലേക്ക് പോകാൻ പറ്റില്ലെന്നേ. അമ്മ ഭയങ്കര ദേഷ്യത്തിലിരിക്കുക. നമ്മൾ മുരുകേശന്റെ വീട്ടിലാണ് താമസിക്കാൻ പോണേ. ഇനിയും ദേഷ്യത്തിലാണോ? അതേ മോളെ, അമ്മ നിന്നെ ഈ ഡ്രസ്സിലെങ്ങാനും കണ്ടാണ്ടല്ലോ ബോധം കെട്ടുപോവും. മാറ്റിയേക്കാം. ഹരോഹര 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 ഹരോഹര. ഇനിയിപ്പോ എന്തുകൊണ്ടായിരിക്കും പരിപാടി? ആങ്കൈപ്പ. ഹരോഹര. ഇത് കൊള്ളാലോ. ചുമന്ന സാരിയെ കൊടുത്ത് അണിഞ്ഞൊരുങ്ങി വന്നു കഴിഞ്ഞപ്പോ നമ്മുടെ നാട്ടിലെ അശ്വതീനം ഭരണീരം പോലെ ഉണ്ടല്ലോ. ആ വരുന്നതിൽ ഉയരം കൂടി മുമ്പിൽ നടന്നു വരുന്നില്ലേ? ഹരോഹര. അതാണ് എന്റെ അമ്മ. ഹരോഹര. ഹരോഹര. അമ്മയുടെ ആന്റി വിളിച്ച് ബിഹേവ് ചെയ്യാതെ ഞാൻ പറഞ്ഞ രീതി ഫോളോ ചെയ്യ്. ഫോളോ മീ. ഹരോഹര. അബി, പോ. ഓൾ ദി ബെസ്റ്റ്. ഹരോഹര. ഹരോഹര. എന്താ ചേട്ടാ? നിന്റെ അനിയത്തി വീട്ടിൽ തനിച്ചാണെന്ന് അറിയാലോ. നിന്റെ കെട്ടിയും നിന്റെ കണ്ണു വെച്ച് അവിടെ പോയിട്ടുണ്ട്. അവന്റെ സ്വഭാവം നിനക്ക് അറിയാലോ. പണി പറ്റിക്കാനായിട്ട് ഒരുപാട് നേരം പറ്റ വേണ്ടവന്. ദൈവമേ, ആ പാര ഏറ്റു. നടക്കട്ടെ. ഹരോഹര. 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 പാട്ടുറാവേ. തിരിതീർക്ക്. ആദ്യം അതവിടെ വെക്കാൻ പറ. വെക്കേ. ഇതാരാ? ബന്ധത്തിൽപ്പെട്ട വെക്കടാ. അമ്മേ, അവിടുത്തെ മുമ്പിൽ അതെ, ഇവരുടെ പ്രശ്നം എന്താ? ദേ നോക്ക്, എനിക്കും എന്റെ അമ്മയ്ക്കും 1000 കാര്യങ്ങൾ കാണും. ഇല്ലെങ്കിൽ 500 കാണും. നീ ആരാ ചോദിക്കാൻ? അല്ലേ അമ്മേ? ഇല്ല, ഞാനാ പറഞ്ഞത് വെക്കാൻ. അമ്മേ, എന്താടാ വിളിച്ചു പഠിക്ക? പാട്ട് വെക്കടാ. നീ എത്രയൊക്കെ നമ്പർ കാണിച്ചാലും ഏതോ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചുകൊണ്ട് വരാൻ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. മാറ്. അമ്മ, മമ്മി, മദർ. എടാ ഗോപി. അമ്മ,
അടിക്കണവനെ. ദ്രോഹി. അവൻ ഗോപിയല്ല വച്ചു കാലുവാരണ പാപിയാണ്. ചിറ്റേ പ്രസാദം കൊടുക്കാനുള്ള പാത്രം ഇത്. സൈസ് നോക്കിക്കഴിഞ്ഞാൽ ഓർഡർ കൊടുക്കാറുന്നു. തന്നെ എന്തിനാ ഇത്? എല്ലാ വർഷവും ഈ ക്ഷേത്രത്തിൽ തൊഴാൻ വന്നവർക്കേ നമ്മുടെ വകയായിട്ട് പുളിച്ചോറും പൊങ്കലും കൊടുക്കാറുണ്ട്. അതിനു വേണ്ടിയത്. ഇതില് പ്രസാദം ആ കൊടുക്കാനോ? അതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനവും ഇല്ല. ഏ എന്താ പ്രയോജനമില്ലാത്ത? അമ്പലത്തിൽ വന്ന് തൊഴുത് പ്രാർത്ഥിക്കുന്നവരാരാ? വീട്ടിൽ ആഹാരം ഉണ്ടാക്കി വെച്ചിട്ട് വരുന്നവരല്ലേ? ആ അതെ 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 അതെ. ഉം. ഉം. അവർക്ക് ഇതില് പ്രസാദം കൊടുക്കുന്നതിന് പകരം ഈ നല്ല ദിവസം നല്ല ആഹാരം കഴിക്കാൻ സാധിക്കാതെ കഷ്ടപ്പെടുന്നവർ എത്രയോ പേരുണ്ട്. അവരെ വിളിച്ചു വരുത്തി ആഹാരം കൊടുത്താൽ വയറ് നിറയെ കഴിച്ച് മനസ്സ് നിറഞ്ഞ് ആശീർവദിക്കും. ഇത്രയും നാളായിട്ട് എനിക്ക് ഇങ്ങനൊന്നും തോന്നിയില്ലല്ലോ. നല്ല കാര്യമാ. എങ്ങനെയുണ്ട്? Cheers. Same to you. ഇന്നാ മുരുക നമുക്കുള്ള കാരിയർ മാറ്റി വെച്ചിട്ടില്ലേ? നിന്റെ വാ തന്നെ ഒരു കാര്യറാണല്ലോ. കേറ്റിക്കോ. ഇച്ചിരി സാമ്പാറും കൊണ്ടുപോടാ. വരാന്നേ വെറുതെ കിടന്ന് വെച്ചുണ്ടായിക്കൊണ്ടിരിക്കുക. സോറി 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 സോറി. ഉം. പ്രോഗ്രാം വളരെ നന്നായിരുന്നു ചിറ്റേ. പക്ഷെ എനിക്കൊരു മനപ്രയാസം. എന്താടാ? ഒരു സിനിമാറ്റിക് ഡാൻസും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. ഏയ്. ഒരു ആത്മകഥം പറഞ്ഞാണ്. ഉം. നമസ്കാരം. ഇതുപോലെ നല്ലൊരു ആഹാരം ഞങ്ങൾ കഴിച്ചിട്ടേ ഇല്ല. വയറ് മാത്രല്ല മനസ്സ് നിറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ അനന്തര തലമുറ സുഹൃതം ചെയ്തവരാ. വരട്ടെ. നിക്ക്. ആ എന്തമ്മേ? ഏയ് കൊച്ചേ, ഉം? ഇങ്ങ് വാ. ഈ വിരുന്നിന്റെ നന്ദി മുഴുവൻ ഈ പെണ്ണിനുള്ളതാ. മോക്ക് നല്ലത് വരും. മനുഷ്യൻ എത്ര സ്വത്തും പണവും തന്നെ കൊടുത്താലും മതിയെന്ന് ആരും പറയില്ല. മതിയെന്ന് പറയുന്ന ഒരേ ഒരു കാര്യം ഭക്ഷണം. വിശക്കുന്ന വയറിന് ഭക്ഷണം കൊടുക്കുന്നത് വലിയൊരു പുണ്യമാണ്. അല്ലേ അമ്മേ? ഈ തത്വമൊക്കെ ആർക്കാടാ? ചോദിക്കണ കേട്ടില്ലേ? പറയാൻ പോവല്ലേ. മറ്റുള്ളവർക്കെല്ലാം പുണ്യം കൊടുത്തിട്ട് സ്വന്തം മകന് പാപം ചെയ്യുന്നത് ന്യായമാണോ എന്ന് ചോദിക്കാനാ ഈ തത്വം. ഡാ, നീ മിണ്ടരുത്. കേട്ടതിന് ശേഷം ആർക്കും പറയാം. ദേ നോക്ക്, ഈ പെണ്ണ് ഏതാന്ന് എനിക്കറിയില്ല. എന്നാലും എത്ര ബുദ്ധിശാലിയാ, എന്ത് സുന്ദരിയാ. ഇതുപോലൊരു പെണ്ണിനെയാ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് നീ പറഞ്ഞിരുന്നേ കൂടെ ഞാൻ സമ്മതിച്ചേനെ. എന്നിട്ട് എവിടെയോ കിടന്നൊരു പെണ്ണിനെ നീ ലവ് ചെയ്യാന്ന് പറഞ്ഞാ ഞാൻ സമ്മതിക്കണോ? ചിറ്റമ്മേ, ആ പെണ്ണ് തന്നെയാണ് ഈ പെണ്ണ്. എന്തോന്നാ? ഈ പെണ്ണ് തന്നെയാണ് ആ പെണ്ണ്. രണ്ട് പെണ്ണ് ഒന്നാണ്. എന്റെ അമ്മ.